നമസ്കാരം. ഞാൻ കലാശാല മുരളി. കൊല്ലവർഷം 1201 ചിങ്ങം 1 മുതൽ അടുത്ത കർക്കടകം അവസാന വാരം വരെയുള്ള കുംഭക്കൂറുകാരുടെ ഒരു വർഷത്തെ നക്ഷത്ര ഫലമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. കുംഭക്കൂറെന്ന് പറയുമ്പോൾ അവിട്ടമര, ചതയം, പൂരിട്ടാതി, മുക്കാല് ഈ നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ്. ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും ഉണ്ടാവുക. വർഷാരംഭത്തിൽ നല്ല അനുഭവങ്ങളൊക്കെയും നമുക്ക് വന്നു ചേരും. പ്രവൃത്തി മേഖലയിൽ വിജയം കൈവരിക്കും. സഹപ്രവർത്തകരുടെ സഹായങ്ങൾ നമുക്ക് ലഭിക്കും. ബന്ധുസമാഗമവും ബന്ധുഗുണവും ഉണ്ടാകും. മേലധികാരികളുടെ നല്ല സന്തോഷമുണ്ടാവുകയും പ്രവൃത്തി മേഖലയിൽ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. വിദേശയാത്രയ്ക്കുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടി വിദേശയാത്രയ്ക്കുള്ള എല്ലാ അവസരങ്ങളും വന്നു ചേരും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. പുതിയ പുതിയ സുഹൃബന്ധങ്ങൾ വന്നു ചേരുകയും അവരിൽ നിന്നും സഹായം ലഭിക്കുകയും ചെയ്യും. എന്നാൽ കന്നിമാസത്തിൽ ചില അനിഷ്ട സംഭവങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. കുടുംബത്തിൽ ചില അസ്വസ്ഥതകളൊക്കെ ഉടലെടുക്കും. കുടുംബാംഗങ്ങളുമായിട്ടൊക്കെയും തർക്കങ്ങളും അകൽച്ചയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മനക്ലേശം വർദ്ധിക്കും. സന്താന ദുരിതത്തിനും സന്താന വിരഹത്തിനും ഒക്കെയുള്ള ഇടയുണ്ട്. പിടിവാശി മൂലം പ്രവൃത്തി മേഖലയിൽ ചില കഷ്ടനഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകും. ദൂരദേശ യാത്രയും അലച്ചിലുമൊക്കെ വന്നു ചേരും. തുലാമാസത്തിൽ ഇതിൽ ഒക്കെയും വ്യത്യസ്തമായ ചില അനുഭവങ്ങളായിരിക്കും നമുക്കുണ്ടാവുക. അയൽബന്ധങ്ങളൊക്കെയും നമുക്ക് ഗുണകരമാണ്. അയൽക്കാരിൽ നിന്നൊക്കെ നല്ല സഹായങ്ങളൊക്കെ ലഭിക്കും. പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും. ബുദ്ധിപരമായി ഇടപെട്ട് പല പല ജീവിത പ്രശ്നങ്ങളും പരിഹരിച്ച് നല്ല രീതിയിൽ കുടുംബജീവിതം നയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാകും. തുലാമാസത്തിൽ ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കും. കൈവിട്ടുപോയ ധനം തിരികെ കിട്ടും. കുടുംബസ്വത്തുക്കളിൽ ഉണ്ടായിരുന്ന തർക്കങ്ങളൊക്കെയും പരിഹരിച്ച് നമുക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. നീതിന്യായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സൽകീർത്തി ബഹുമാനം ലഭിക്കും. സർക്കാർ അംഗീകാരം ലഭിക്കും. അതുപോലെ തന്നെ പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും ഒക്കെ വിജയിക്കുകയും ഉന്നത വിജയം കരസ്ഥമാക്കുകയും ചെയ്യും. വൃശ്ചികത്തിൽ രോഗാരിഷ്ടതകളൊക്കെ വർദ്ധിക്കും. രോഗാരിഷ്ടതകൾ മൂലം ധനച്ചെലവേറും. മനക്ലേശം വർദ്ധിക്കും. സഹോദരന്മാരുമായി തർക്കങ്ങളൊക്കെ ഉണ്ടാകാനും അവരുമായി നല്ല അകൽച്ച ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ട്. ബന്ധുക്കൾ ശത്രുക്കളെ പോലെ പെരുമാറും. സഹപ്രവർത്തകർ നമുക്ക് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ചില പ്രവർത്തനങ്ങളൊക്കെയും ചെയ്യും. മകരത്തിൽ നല്ല അനുഭവങ്ങളാണ്. വ്യാപാര ബന്ധങ്ങൾ വിപുലീകരിക്കും. പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റും. അതിൽ നിന്നൊക്കെയും നേട്ടങ്ങൾ ഉണ്ടാകും. കടബാധ്യതകളൊക്കെ തീർത്ത് മുന്നോട്ട് പോകാൻ കഴിയും. വീടിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ തീർക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ലാഭം ഉണ്ടാകുകയും ചെയ്യും. കൂട്ടു ബിസിനസ്സിൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും. ചിരകാല അഭിലാഷം സഫലീകൃതമാണ്. ഭാഗ്യാനുഭവങ്ങൾ അനുഭവയോഗ്യമാണ്. കുംഭമാസത്തിൽ രോഗാരിഷ്ടതകൾ മൂലം മനക്ലേശം വർദ്ധിക്കും. ബന്ധുവിരഹത്തിന് ഇടയുണ്ട്. യാത്രാക്ലേശം വന്നു ചേരും. കോപം മൂലം പലവിധ അനിഷ്ട സംഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മുൻകോപം അല്പം നിയന്ത്രിച്ച് സമാധാനപരമായി പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ തന്മയത്വത്തോടുകൂടി പ്രവർത്തിക്കണം. അപ്പോൾ നമുക്ക് വളരെയധികം പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ പറ്റും. മീനമാസത്തില് വ്യാപാര ബന്ധങ്ങളിൽ
നേട്ടങ്ങളുണ്ടാകും. സഹായ സ്ഥാനങ്ങളൊക്കെയും വർദ്ധിക്കും. ജീവിത പങ്കാളി മൂലം പലവിധ നേട്ടങ്ങളും വന്നു ചേരും. അങ്ങനെ സന്തോഷകരമായ ഒരു കുടുംബജീവിതം അടുത്ത വർഷം മുന്നോട്ട് കൊണ്ടുപോകാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.